മന്ത്രിയെ മറികടന്ന് തദ്ദേശ ഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സ്പീക്കർ AN ഷംസീറിന് വിമർശനം. മന്ത്രിമാർക്ക് വകുപ്പിൽ നിയന്ത്രണമില്ലെന്നും വിമർശനമുയർന്നു. ശക്തനായ മന്ത്രി ഉണ്ടായിട്ട് പോലും വിദ്യാഭ്യാസ നിലവാരം താഴോട്ട് പോവുകയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും വിമർശനമുണ്ടായി. ലൈവ് പദ്ധതിയുടെ മെല്ലെപ്പോക്കിലും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ AN ഷംസീർ മന്ത്രിയുടെ അനുമതി ഇല്ലാതെയായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ അത്തരമൊരു യോഗം വിളിച്ചത്? SKN നിയമസഭയിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശഭരണ ഉദ്യോഗസ്ഥരുടെ യോഗം സ്പീക്കർ AN ഷംസീർ വിളിച്ചു ചേർത്തത്. അത് അപ്പോൾ തന്നെ വിവാദമായിരുന്നു. മന്ത്രിയുടെ അനുമതിയില്ലാതെയാണ് യോഗം വിളിച്ചതെന്ന വിമർശനമാണ് ഇന്നലെ CPIMൻ്റെ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ ഉയർന്നത്. വെഞ്ഞാറമ്പൂട് നിന്നുള്ള പ്രതിനിധിയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. തോന്നുംപടി കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ പ്രതിനിധി ഇക്കാര്യം ഉന്നയിച്ചത്. മന്ത്രിമാർക്ക് സ്വന്തം വകുപ്പിൽ യാതൊരു നിയന്ത്രണവുമില്ല, അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് വിമർശനം ഉയർന്നു. പൊതുവിൽ സർക്കാരിൽ വലിയ തോതിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നിലനിൽക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് മന്ത്രിയേക്കാൾ വലിയ അധികാരിയായി പ്രവർത്തിക്കുന്നത്. മന്ത്രി ശക്തനായിട്ടും കാര്യമില്ല, ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് എല്ലാ നിയന്ത്രണങ്ങളുമെന്ന വിമർശനം ഉയർന്നു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പലതും അശാസ്ത്രീയമാണെന്നും പദ്ധതിയുടെ മെല്ലെപ്പോക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിമർശനവുമുണ്ടായി. ഇതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവാദമില്ല, മറിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിപാടികൾക്ക് ആളുകളെ എത്തിക്കുക എന്ന ഒരു ചുമതല മാത്രമായി പഞ്ചായത്തുകളുടെ പ്രവർത്തനം ചുരുക്കുകയാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല എന്ന വിമർശനം ഉയർന്നു. ഇപ്പോൾ പൊതുചർച്ച വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ഇന്നത്തെ പൊതുചർച്ച സമാപിക്കും. ഇതാണ് വിവരങ്ങൾ നൽകിയത്.